ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി സർക്കാർ അനങ്ങിയില്ലെന്ന് കോടതിയുടെ പരാമർശം. 2021 റിപ്പോർട്ട് കൈമാറിയിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നും കോടതിയുടെ ചോദ്യം. വിവരങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സർക്കാരിനെതിരെ ഹൈക്കോടതി തിരിഞ്ഞിരിക്കുകയാണ്. 3 വർഷം എന്തിന് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ള അടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഹരിത അല്പസമയം മുമ്പാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രത്യേക ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയ സമയത്ത് തന്നെ സർക്കാർ നടപടി സ്വീകരിച്ചില്ല? രാജ്യത്തെ നിയമമനുസരിച്ച് സർക്കാർ പ്രവർത്തിക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണം. പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിന് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണമെന്നും കോടതി വ്യക്തമാക്കി. എന്നിട്ട് മാത്രമേ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് കോടതി തുറക്കുകയുള്ളൂവെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. നിർണായകമായ ഒരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം എന്ത് നടപടി എടുത്തുവെന്നും കോടതിയോട് സർക്കാരിനോട് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടും സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന നിർണായക ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. അതിനുശേഷം മാത്രമേ നിലവിൽ മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് കോടതി തുറക്കൂ എന്ന സർക്കാരിനോട് കോടതി അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹരിത. ശരി, നിതിൻ പ്രഭാകരനാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്.